ലോക ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫിഫ കപ്പിൻ്റെ ഈ കാലത്ത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കവിതകൾ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് രസകരമായ ഒരു കവിത കണ്ടത്. ഫുട്ബോൾ കാല കവിതകൾ. ശ്രീ KM റഷീദ് എഴുതിയതാണ് ആ കവിത. ആ കവിതയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഫുട്ബോളിനെ ആധുനിക ലോകവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ആധുനിക ലോകവുമായി തട്ടിക്കളിക്കുന്ന ഒരു കവിതയാണ് അതിലെ വരികൾ. ആ കവിതയിലൂടെ ഒന്ന് കടന്നു പോകാം. ഫുട്ബോൾ കാല കവിതകൾ, ശ്രീ KM റഷീദ്. ആർക്കും വേണ്ടാത്ത പന്ത് പല രാജ്യങ്ങളുടെ പേരെഴുതിയ പല നിറ കൂടാരത്തിനടിയിൽ ഒരു മഞ്ഞ് രാത്രിയിൽ അഭയം തേടി ഒരു രാജ്യത്തിൻ്റേതുമല്ലാത്ത ഒരു അഭയാർത്ഥി കുടുംബം. അവർക്ക് പുതയ്ക്കാൻ പല നിറങ്ങളിലുള്ള പതാകകൾ, ചൊല്ലാൻ പല ഭാഷകൾ ചേർന്ന താരാട്ട്. ആരവമുയർന്നു, ഗോളുകൾ പിറന്നു, കാണികൾ അകന്നു. പുലർച്ചെ തൂപ്പുകാരി മാത്രം കണ്ടു, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു പന്ത്. വൃത്തജനാവലി. ഭൂഗോളം വരിഞ്ഞു മുറുക്കി കെട്ടിയ പന്ത്, തിരമാലകൾ കോരിയെടുത്ത വല, ഒരേ വൃത്തത്തിൽ ജനിച്ച ജനാവലി, ഒരേ സ്വപ്നം പടർന്ന മൈതാനം, ഒരേ ആവേശം, ഒരേ ലക്ഷ്യം, അനേകം വികാരങ്ങൾ, വിചാരങ്ങൾ. ഡെത്ത് പെനാൽറ്റി. വികാരങ്ങളില്ലാത്തൊരു ശരീരം, കല്ലുകൾ പടുത്തുവെച്ച പോൽ പേശികൾ, ഇരുമ്പ് കമ്പികൾ കൊണ്ട് പണിത മജ്ജ ഞരമ്പ്, തീകോളം പോലൊരു തല, ചക്രങ്ങൾ കൊണ്ട് കാലുകൾ, ചരിത്രമോ ദർശനമോ സാഹിത്യമോ, ട്രേഡ് സെൻ്ററോ പൗരത്വമോ, മസ്ജിദോ മന്ദിറോ ഏതുമാകാം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഇത് തീപാറും പന്ത്, തോറ്റാൽ ഡെത്ത് പെനാൽറ്റി. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഇത് തീപാറും പന്ത്, തോറ്റാൽ ഡെത്ത് പെനാൽറ്റി. അടുത്തത് നാളത്തെ കളി എന്നൊരു കവിതാഭാഗമാണ് അതിൻ്റെ അവസാനമുള്ളത്. അതുകൂടി ഒന്ന് ചൊല്ലിപ്പോകാമേ. നാളത്തെ കളിയിൽ മെസ്സിയും നെയ്മറും എംബാപ്പയും റൊണാൾഡോയും ഉണ്ടായേക്കിൽ പന്തുകൾക്കു പകരം മിസൈലുകൾ, ബോംബുകൾ, അതിനേക്കാൾ സൂക്ഷ്മമായതെന്തോ റോബോട്ടുകൾ. അവരുടെ അനന്തരവൻ കാഴ്ച മാത്രം, ഇല്ല എണ്ണങ്ങൾ മാത്രം. കളി കഴിഞ്ഞു പിരിഞ്ഞു പോയേക്കില്ലാരും, ആരവങ്ങൾ ഒടുങ്ങിയേക്കില്ലൊരിക്കലും. കളി കഴിഞ്ഞു പിരിഞ്ഞു പോയേക്കില്ലാരും, ആരവങ്ങൾ ഒടുങ്ങിയേക്കില്ലൊരിക്കലും. ഒരൊറ്റ ദിവസം കൊണ്ട് ലോകക്രമം മാറും. കളിക്കു മുമ്പത്തെ റിഹേഴ്സൽ കണ്ട് നാം ഇരിക്കും നേരത്ത്. ഒരൊറ്റ ദിവസം കൊണ്ട് ലോകക്രമം മാറും. കളിക്കു മുമ്പത്തെ റിഹേഴ്സൽ കണ്ട് നാം ഇരിക്കും നേരത്ത്. ഫുട്ബോൾ കളിയെ, ഫുട്ബോൾ മത്സരത്തെ എത്ര രസകരമായിട്ടാണ് കവിതാരൂപത്തിൽ ശ്രീ KM റഷീദ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ലോകകപ്പ് ഫുട്ബോളൊക്കെ കാണുന്നുണ്ടാവും. ലോകം ഒരു കാൽപന്തിന് കീഴിൽ ചുറ്റിക്കറങ്ങുന്ന ദിനങ്ങളാണ് ഇനി ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഇത്തരം കവിതകൾ കൂടി വായിച്ചാൽ കളിക്കൊപ്പം ഒരു രസം കൂടിയാവും. ഓക്കെ.